ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ വനിതാ ദിനം ആണ് എല്ലാവരും ആഘോഷിച്ചു. അപ്പം നമ്മൾ ഈ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വനിതകൾ മുമ്പോട്ട് വരണം, അല്ലെങ്കിൽ സ്ത്രീ ശാസ്ത്രീകരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വനിതകളാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അവർക്കും കൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും മുൻധാരികളിലേക്കൊക്കെ വരും, അല്ലേ? അപ്പം നമ്മൾ ഈ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം അവരെ നമ്മൾ ഓർക്കുന്നതിന് പകരം നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ സ്ഥാപനം അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വർഷങ്ങളായിട്ട് നമ്മുടെ ടോട്ടൽ സ്ഥാപനത്തിൽ 70% ആളുകൾ സ്ത്രീകളാണ് നമ്മളുടെ ഇവിടെ ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പം മെൻസ്ട്രുവേഷൻ ലീവ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ആദ്യമായി കോർപ്പറേറ്റിൽ കൊണ്ടുവന്ന വൺ ഓഫ് ദി സ്ഥാപനമാണ് നമ്മുടെ. പിന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം, ഇന്ന് ഞങ്ങൾ ചെയ്ത ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഗ്രീൻവേ ഇന്റർനാഷണൽ ഇന്ന് ഒരു ടെക്നോളജി ഓറിയന്റഡ് സ്ഥാപനമാണ്. ഇന്ന് വിവിധ പ്രൊജക്ടുകൾ അല്ലെങ്കിൽ വിവിധ സംരംഭകരെ സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ തൊഴിൽ സാധ്യതകളും മറ്റുള്ള സേവനങ്ങളും നൽകിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിനകത്ത് ഞങ്ങളുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആയിരുന്നു ഇ സേവ ബസാർ ജനസേവന കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാമത്തിലും ഒരു ഇ സേവ ബസാർ ജനസേവന കേന്ദ്രം വരുന്നതോടുകൂടി ആ ഒരു ഗ്രാമത്തിൽ ഈ ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്ന ഒരാൾക്ക് ഒരു തൊഴിൽ ലഭിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലൂടെ ആ ഒരു സർവീസുകൾ കൊടുക്കുന്ന വഴി ആ ഒരു സമൂഹത്തിനും കൂടെ കുറേയധികം നന്മകൾ ഉണ്ടാകാൻ പറ്റുന്ന ഒരു പ്രൊജക്ടാണ്. അതിന്റെ വലിയ ഒരു വീഡിയോ ഞാൻ എന്റെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, എന്താണ് അതിനോടുള്ള ഗുണം എന്നുള്ള രീതിയിലെല്ലാം. അപ്പം ഇന്ന് ഞങ്ങൾ ചെയ്ത് വനിതാ ദിനത്തിൽ തികച്ചും സൗജന്യമായിട്ട് ഏകദേശം 100ഓളം സ്ത്രീ സംരംഭകർക്ക് ഇതിന്റെ സോഫ്റ്റ്വെയർ നമ്മൾ സൗജന്യമായിട്ട് നൽകുകയും അതിനോടൊപ്പം തന്നെ അതിന്റെ ട്രെയിനിങ് സൗജന്യമായിട്ട് നൽകുകയും അതിനുള്ള ബാക്ക് ആൻഡ് സപ്പോർട്ടുകൾ അവർക്ക് നൽകുകയും ചെയ്യുകയുണ്ടായി. അപ്പം നമ്മൾ ചെയ്ത ഒരു ചെറിയൊരു ഉദ്യമമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഇന്ന് പല ആളുകൾ വിചാരിച്ചാൽ നടക്കും. അവർക്ക് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ അവർക്ക് കരിയർ നൽകിക്കൊണ്ട് അല്ല അവർക്ക് കൂടുതൽ അടുത്ത ലെവലിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ല അവർക്കൊരു സപ്പോർട്ട് നൽകിക്കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാ വനിതകൾക്കും ഈ ഒരു വനിതാ ദിനത്തിൽ പ്രത്യേകമുള്ള ആശംസകൾ നൽകുന്നു. വനിത ഒരിക്കലും ഒരു പുരുഷന്റെ മുകളിലോ പുരുഷന്റെ താഴെയുമല്ല, ഈക്വലാണ്. പിന്നെ ചില സമയങ്ങളിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളിൽ ചില സമയത്ത് വനിതകൾക്ക് മുൻതൂക്കം കൊടുക്കണം, ചില സമയത്ത് പുരുഷന് മുൻതൂക്കം കൊടുക്കണം. അത് ഏതൊക്കെ അവസരങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ എന്നാൽ മാത്രമാണ് നമ്മുടെ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മുൻപന്തിയിലേക്ക് പോവുള്ളൂ. എല്ലാവർക്കും വനിതാ ദിനാശംസകൾ.